നമസ്കാരം. സിറിയയിൽ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ അനുയായികൾക്ക് നേരെ സർക്കാർ സൈന്യവും സഖ്യകക്ഷികളും ചേർന്ന് നടത്തിയ ഏറ്റുമുട്ടൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതിനെ തുടർന്ന് ആരംഭിച്ച സൈനിക നടപടി അവസാനിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു. തീരദേശ പ്രവിശ്യയായ ലഡാക്കിയയിലാണ് സൈന്യവും ബഷർ അൽ അസദിന്റെ അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടിയത്. ദിവസങ്ങൾ നീണ്ടുനിന്ന കലാപവും കൂട്ടക്കൊലപാതകങ്ങളും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയതോടെയാണ് സൈന്യം നടപടി അവസാനിപ്പിച്ചിരിക്കുന്നത്. സംഘർഷത്തിൽ 1130-ലേറെ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക്. ഇവർ ഭൂരിഭാഗവും അസദ് അനുയായികളായ ന്യൂനപക്ഷ അലവികളാണ്. പ്രതികാരക്കൊലയാണ് നടന്നതെന്നും ആരോപണമുണ്ട്. സൈനിക നടപടിയിൽ വ്യാഴാഴ്ച മുതൽ 1500ഓളം പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ദി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗമായ അലവികളായ സാധാരണക്കാരെയാണ് സൈന്യവും സഖ്യകക്ഷികളും ചേർന്ന് കൂടുതലും വധിച്ചത്. മെഡിറ്ററേനിയൻ തീരത്തെ ലഡാക്കിയ ടാറ്റസ് പ്രവിശ്യകളിലെ സുരക്ഷാ ഭീഷണികൾ നിർവീര്യമാക്കി. അതിനാൽ സൈനിക നടപടി അവസാനിപ്പിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് അബ്ദുൽ ഖനി പറഞ്ഞു. താമസക്കാരുടെ സുരക്ഷയ്ക്കായി ഇനിയും പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അട്ടിമറിക്കപ്പെട്ട ഭരണകൂടത്തിന്റെ ശേഷിപ്പുകൾക്കെതിരെ പോരാടുമെന്നും ഖനി പറഞ്ഞു. അതേസമയം സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തരമായി ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് റഷ്യയും അമേരിക്കയും രംഗത്തെത്തിയിരുന്നു. സിറിയയിലെ സംഘർഷം ഉടൻ ചർച്ച ചെയ്യണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുള്ളതായി ഇരു രാജ്യങ്ങളിലെ നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 125ഓളം സർക്കാരിന്റെ സുരക്ഷാ ഭടന്മാരും അസദിന്റെ അനുയായികളായ സായുധ വിഭാഗത്തിലെ 148 പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. വ്യാഴാഴ്ചയായിരുന്നു സംഘർഷങ്ങൾ ആരംഭിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 745 പേർ സിവിലിയന്മാരാണ്. ഇവരിൽ ഭൂരിഭാഗവും തൊട്ടടുത്തു നിന്നുള്ള വെടിയേറ്റാണ് മരിച്ചത്. ലഡാക്കിയ നഗരത്തിന്റെ ഭൂരിഭാഗവും മേഖലയിലും വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടിരുന്നു. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് 14 കൊല്ലത്തിനിടെ ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെടുന്നവർ അസദിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന അലവികൾക്ക് നേരെ വെള്ളിയാഴ്ചയാണ് പ്രതികാര കൊലപാതകങ്ങൾ ആരംഭിച്ചത്. പതിറ്റാണ്ടുകളായി അസദിനെ പിന്തുണച്ചിരുന്നവരാണ് അലവി വിഭാഗത്തിൽപ്പെട്ടവർ. അലവികളുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിയ എതിർപക്ഷക്കാർ പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുകയും വീടുകൾ കൊള്ളയടിക്കുകയും ശേഷം തീവെക്കുകയും ചെയ്തുവെന്നാണ് വിവരം. എന്നാൽ സിറിയയിലെ നിലവിലെ നേതാവായ അഹമ്മദ് അൽ ഷാരാഫ് വെളിപ്പെടുത്തിയത് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നാണ്. രാജ്യത്ത് നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ഒരു സ്വതന്ത്ര സമിതിയെ നിയോഗിച്ചിരുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് വിശദീകരണം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടണമെന്ന് സിറിയൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്ക സിറിയയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സിറിയയിലെ അക്രമങ്ങൾക്കിടെ സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് നഗ്നരാക്കി നടത്തിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പല വീടുകളിലും അതിക്രമിച്ചു കയറിയ കലാപകാരികൾ വീട്ടിലെ എല്ലാവരെയും കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിലായിരുന്നു റഷ്യയും അമേരിക്കയും ഐക്യരാഷ്ട്ര രക്ഷാസമിതി അടിയന്തരമായി ചേരണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. 14 വർഷം മുൻപ് തുടങ്ങിയ സിറിയൻ ആഭ്യന്തര കലാപത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾക്കായിരുന്നു വ്യാഴാഴ്ച തുടക്കം കുറിച്ചത്. 3 മാസം മുൻപ് അസദിനെ പുറത്താക്കി ഡമാസ്കസിൽ അധികാരത്തിലെത്തിയ പുതിയ സർക്കാരിന് കടുത്ത വെല്ലുവിളിയായിരുന്നു ഈ ആക്രമണങ്ങൾ ഉയർത്തുന്നത്. സ്ത്രീകൾക്കെതിരെയും കൊടും ക്രൂരതകൾ അരങ്ങേറുന്നുവെന്ന് ദൃക്സാക്ഷികളും വെളിപ്പെടുത്തിയിരുന്നു. പുതിയ സർക്കാരിനോട് കൂറു പുലർത്തുന്ന സുന്നി പടയാളികളാണ് അസദിനെ പിന്തുണയ്ക്കുന്ന അലവി വിഭാഗത്തിന് നേരെ ആദ്യമായി അക്രമം അഴിച്ചുവിട്ടതെന്ന് ഡെയിലി മെയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. പലയിടങ്ങളിലും നിരത്തുകളിലും വീടുകളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചിലയിടങ്ങളിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് അക്രമികൾ തടയുകയും ചെയ്തിരുന്നു. അക്രമം അതിന്റെ മൂർധന്യതയിലെത്തിയ ബനിയാസ് നഗരത്തിലും പലരും പലായനം ചെയ്തിരുന്നു. അസദ് സർക്കാർ ചെയ്ത ക്രൂരതകൾക്കുള്ള പ്രതികാരമായാണ് അലവി വിഭാഗത്തെ ആക്രമിക്കുന്നത് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്.